ഹലോ, നമുക്കിന്നൊരു സിമ്പിൾ സ്നാക്സ് റെസിപ്പി നോക്കിയാലോ. ഇത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. കുറച്ച് മുന്നേ ഇത് യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല. ഇപ്പം എനിക്ക് വീട്ടിൽ പോയി വന്നപ്പോൾ കുറച്ച് തേൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം. അപ്പം ആദ്യം വേണ്ട സാധനം ബ്രെഡാണ്, പിന്നെ വേണ്ടത് ഇതാ തേനാണ് കേട്ടോ. അപ്പോൾ തേൻ ഞാൻ ഈ പ്രാവശ്യം വീട്ടിൽ പോയി വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നിയത്. അപ്പം ഞാൻ രണ്ടാമത്തെ സാധനം തേനാണ് കേട്ടോ. അപ്പം പിന്നെ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ചീസ് അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ എനിക്കതൊന്നും ഇന്ന് കയ്യിലില്ലാത്തതുകൊണ്ട് തൽക്കാലം വെളിച്ചെണ്ണ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഇത് ഈ പാലാണ് കേട്ടോ. അതിന് ഇത്ര അളവൊന്നൊന്നുമില്ല, നമ്മൾ ഒഴിക്കുന്ന അനുസരിച്ച് എത്ര വേണോ അത്ര ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാന് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അത് ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ മേലെ കൂടെ കുറച്ച് തേനൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള സാധനം പാല് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എനിക്ക് മറിച്ചിടുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കായതുകൊണ്ട് ഞാൻ അധികം ഒഴിക്കുന്നില്ല കേട്ടോ. കാരണം അല്ലെങ്കിലേ എനിക്ക് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് മറിച്ചിടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഒഴിച്ചുള്ളൂ. പിന്നെ അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ ബ്രെഡ് വെച്ച് കൊടുക്കുക. ബ്രെഡ് വെച്ച് കൊടുത്ത് പിന്നെ ഇതുപോലെ തന്നെ തേൻ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് എത്ര പാൽ വേണോ അത്രയും ഈ ബ്രെഡ് വലിച്ചെടുക്കും കേട്ടോ. ബ്രെഡ് നമുക്ക് തിരിച്ചാൽ പാൽ അങ്ങനെ നിൽക്കുന്ന വരെ നമുക്ക് ഒഴിക്കാം. ഇതിപ്പോൾ തന്നെ എത്ര ഒഴിച്ചിട്ടും അത് ഇതാവുന്നില്ല കേട്ടോ. അങ്ങനെ നല്ലോണം ഒഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ മറിച്ചിടാൻ കുറച്ച് എക്സ്പേർട്ട് ആയിരിക്കണം. ഞാനിതാ മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 5 മിനിറ്റത്തെ പണിയുള്ളൂ കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് വേവാനുള്ള ഒരു സാധനവും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്നാവും. അപ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. എനിക്കിപ്പോൾ മിക്കവാറും ദിവസം ഞാൻ രാവിലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും. എൻ്റെ മോനിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയായാലും കാണാൻ വലിയ ലുക്കില്ലെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി വെക്കണം. അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. ഇനിയിപ്പോൾ തേനില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാനിത് പാലൊക്കെ കൂട്ടി